ചേട്ടാ റാണി കിണറ്റിൽ ചാടി. എവിടെ? ആ കിണറ്റിലല്ല, കഥയില്. ഓ, ഇങ്ങനെ കഥയില്ലാത്തൊരു പെണ്ണുമ്പുള്ള. 30 വർഷം മുമ്പ് എന്തുണ്ടായിരുന്നു? നിങ്ങളുടെ തലക്കാലത്താണെങ്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്ത് വിശ്വാസത്തിന്റെ പുറത്താ നീ എന്റെ ഒപ്പം പോന്നേ? എല്ലാം ഒരു വിശ്വാസമല്ലേ. നമ്മുടെ ഈ തൈക്കൊക്കെ വെള്ളം കോരി ഒഴിച്ച് ഇതൊക്കെ വലിയ തൈയാക്കി മാറ്റണം. അകത്തെ 2 തൈകൾ നിപ്പുണ്ട്. അതുങ്ങളൊന്ന് കെട്ടിച്ചു വിടാൻ നോക്ക്. പെമ്മക്കള് പെരഞ്ഞറിഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ. അവരെ ഒന്ന് കെട്ടിച്ചു വിടാന്നുള്ള വല്ല വിചാരം ഉണ്ടോ? അച്ഛനാന്ന് പറഞ്ഞിട്ട് നടക്കിയാണോ ഉണ്ടോ മനുഷ്യൻ? എനിക്ക് നാണം ഇല്ലാത്തോണ്ടാ നിന്നെ കെട്ടിയെടുത്ത് ഇങ്ങോട്ട്. അതെ, എനിക്ക് കല്യാണത്തിന് മുമ്പേ എത്ര നല്ല ആലോചനകൾ വന്നതെന്നറിയോ? എന്നിട്ട് എന്താ പിന്നെ ഇങ്ങോട്ട് തന്നെ പോകുന്നത്? അതെനിക്ക് ചെറിയൊരു ദോഷം ഉണ്ടായിരുന്നു. ദോഷമൊന്നുമല്ല, ജാതക ദോഷം. എനിക്ക് കല്യാണത്തിന് മുമ്പ് എന്തോരാ നല്ല ആഗ്രഹങ്ങളായിരുന്നു. എന്താണ് ഇത്ര വലിയ കുറെ ആഗ്രഹങ്ങള്? ഷാജഹാനെ പോലെ സുന്ദരനും അർജുനനെ പോലെ വീരനും ഗാന്ധിജിയെ പോലെ സത്യസന്ധനുമായ ഒരാളെ കല്യാണം കഴിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. തക്ക സമയത്തിന് എത്തിയില്ല. നിങ്ങൾ ഷാജഹാൻ അല്ല, ഷാജി, അലവലാതി ഷാജി. എന്റെ കാര്യം നിങ്ങൾ ഇങ്ങനെ വാജ് പഠിക്കാതെ മക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഞാൻ തീരുമാനം ഉണ്ടാക്കിക്കോളാം. നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കി. ഏടി എന്റെ കുടുംബത്തിൽ വന്നോണ്ടാ നിനക്കൊരു കുടുംബം ഉണ്ടായത് തന്നെ. കുടുംബമാ? ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാലേ നല്ല ഇല്ലമായിരുന്നു. ഇല്ല, വീടില്ലാത്തതിന് ഇവിടെ കിടന്ന് കീറി പൊളിച്ചിട്ടൊന്നും കാര്യമില്ല. വീടില്ലാത്തന്നല്ല പറഞ്ഞത്, ഇല്ല. അതൊക്കെ ഞങ്ങളുടെ വീട് തന്നെ. അതറിയോ, ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ പഴയ ഒരു മനയായിരുന്നു. മന. ഏത് മന? ജനഗണമന. വാജ് പഠിക്കാതെ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കൊണ്ട് ഇതിനൊക്കെ. എടി, നീ ഒരു കാര്യം മനസ്സിലാക്ക്. നമ്മുടെ മക്കൾക്ക് നമ്മുടെ സ്വഭാവമായി പോയി. നിന്റെ സ്വഭാവം ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കെട്ടിച്ചു വിടാമായിരുന്നു. ഞാൻ കളിയാക്കി പറഞ്ഞാൽ നമ്മുടെ പെമ്മക്കൾ റോട്ടിൽ കൂടി എന്തോ ആമ്പുള്ളേര് പോണ്. ഒരെണ്ണത്തിന് ഇങ്ങനെ ഒന്ന് കണ്ണിറുക്കി കാണിക്കുക, ഇങ്ങനെ ഒന്ന് കൈകാട്ടി വിളിക്കുക, എന്തെങ്കിലും ചെയ്ത കല്യാണം എപ്പോഴാ നടന്നേനെ? ഞാനെന്നോ ഒരു മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്തു, 10,000-2,000 രൂപ കൊടുത്ത്. അതിനകത്തെങ്കിലും ആരെങ്കിലും മിസ് കോൾ അടിച്ചെങ്കിലും എങ്ങനെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നടത്തിക്കൂടെ? അതെ, ഞാൻ എന്റെ മക്കളെ നല്ല അടക്കത്തിലും ഒതുക്കത്തിലും വളർത്തണം. അടക്കാനും. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു തഞ്ചത്തിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം ഒരാള് വരുന്നുണ്ട്. തഞ്ചത്തിൽ നിൽക്കാമെങ്കിൽ സംഭവം ഞാൻ റെഡിയാക്കി തരാം. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇരിക്കാൻ പറയല്ലോ. വണ്ടി ഓടിക്കുമ്പോ ഇങ്ങോട്ടൊക്കെ നോക്കണ്ടേ? ഇങ്ങനെ വണ്ടി എന്തിനു വണ്ടി ഓഫ് ചെയ്യണേ? കണ്ണിറുക്കി കാണിച്ചെന്തിനാ? ആര് കണ്ണിറുക്കി കാണിച്ചു? എന്റെ മോളെ നീ എന്തിനാ ഇപ്പൊ കണ്ണിറുക്കി കാണിച്ചത്? നീ കണ്ണിറുക്കി കാണിച്ചിട്ട് അവള് പോടി അത്തോട്ട് കയറിയല്ല. അയ്യോ, ആര് കണ്ണിറുക്കി കാണിച്ചു? എപ്പ പറഞ്ഞു? നീ ഇപ്പൊ കണ്ണിറുക്കി കാണിച്ചില്ല. ഇന്നലെ കൂടി എന്റെ മോള് പറഞ്ഞോളൂ നീ കാരണം ഭയങ്കര ശല്യമാണെന്ന്. പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. എന്റെ ചേട്ടി ഇത് എന്തീ പറയണത്? ആര് കണ്ണിറുക്കി കാണിച്ചു? എപ്പോ വഴി ഇറക്കാൻ പറ്റില്ല? എന്തേ പറയണേ? നിന്റെ ശല്യം കാരണം എന്റെ മോക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. നീ കാരണം എന്റെ മോക്ക് പേര് ദോഷം ഉണ്ടാവണേണ്. ഇത് എന്തെട്ടി പറയണേ? നിങ്ങൾ ആവശ്യമില്ലാത്ത വർത്തമാനം പറയണ എന്താണ്? നീ വലിയ വർത്താനം പറയണം. നിന്റെ വീട് എവിടെയാണ്? എന്റെ വീട് ഈ വഴി പോയ അറ്റ അപ്പുറത്ത്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഇത് എന്തായിട്ട് നിങ്ങൾ ഈ പറയണത്? എന്റെ മോള് ഇവിടെ നിൽക്കാൻ നേരത്ത് ഇവൻ കണ്ണിറുക്കി കാണിച്ചേക്കണം. ഇവൻ കാരണം എന്റെ മോക്ക് ചീത്തപ്പേരാണ് ഈ നാട്ടിൽ. ചേട്ടാ നാളെ പറയണേ ചേട്ടാ. എല്ലാ ദിവസവും നിനക്കുള്ള പ്രശ്നമാണിത്. രാവിലെ ഇതിലെ കൂടെ ബൈക്ക് വരും, ആ വീട്ടിലേക്ക് നോക്കി പെൺകുട്ടികളെ കണ്ണിറുക്കി കാണിക്കും. എന്റെ വീട്ടിലുണ്ട് 2 പെൺകുട്ടികൾ. ഇത് മോശം കേട്ടോ, മോശം. ചേട്ടാ ഞാൻ ആദ്യമായിട്ടാ ഈ വഴി പോണത്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ട് വിട്ടാ മതി. ഒരു കാര്യം ചെയ്യും, ഒരു തീരുമാനം ഉണ്ടാക്കണം. അയൽവക്ക നിലയ്ക്ക് ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ നിന്നെ വിടില്ല. ഒരു കാര്യം ചെയ്യും, പെൺകുട്ടിയെ കല്യാണം കഴിക്കണം. ചേട്ടാ എനിക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായമായില്ല ചേട്ടാ. നിനക്ക് പ്രായമാകും, അല്ലാത്തതിനൊക്കെ നിനക്ക് കുഴപ്പമില്ലല്ലേ? ഞാൻ എന്താ ചേട്ടാ കാണിച്ചു? ചേട്ടൻ ഇവരൊന്നും പറഞ്ഞ് വിശ്വസിക്കില്ല ചേട്ടാ. പലപ്പോഴും മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കല് ഇവിടെ വന്നിട്ട് പെടലി വെട്ടിച്ചു. ചേട്ടാ ഈ ക്യാമറ, ഇതിൽ ക്യാമറ ഇല്ല. ക്യാമറ അല്ലല്ലോ മോനെ പ്രശ്നം, നിന്റെ കണ്ണല്ലേ വലിയ ക്യാമറ. ഇതിലും വലിയ എന്ത് ക്യാമറ അല്ലേ? ചേട്ടാ ദൈവമേ. അച്ഛൻ നമ്പർ പറയടാ. 9947494055. ഇവന്റെ അച്ഛൻ ഭയങ്കര നമ്പറാണ്ടാ. ഹലോ, ഇത് പഞ്ചായത്ത് മുക്കിന്നാ വിളിക്കുന്നത്. നിങ്ങളുടെ മകൻ പക്ക ഡേഞ്ചർ ആണ്. അവൻ നശിപ്പിച്ചു. ഒരു പെൺകുട്ടിയെ പീഡനത്തിന്റെ വക്കിൽ വരെ എത്തിച്ചു. ഞാൻ പിന്നെ അത് ഇടപെട്ട് നിയന്ത്രിച്ചു. പക്ഷെ കല്യാണം കഴിക്കണം. അല്ല സുഹൃത്തെ, കല്യാണം കഴിക്കണം, അല്ലാണ്ട് പറ്റില്ല. കാരണം നാളെ ഒരു മുഹൂർത്തം, നാളെ തന്നെ കെട്ടിക്കൊടുക്കണമെന്നാണ് പറയുന്നത്. കാരണം അവിടെ അച്ഛനും അമ്മ കെട്ടിത്തൂങ്ങാൻ പോകുന്നു. ഞാൻ അവിടെ ആശ്വസിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. എന്തോ അത് മതി. അച്ഛന്റെ അനുഗ്രഹവും ആശീർവാദവും. ഓക്കെ, എന്ന് നടത്താൻ മീന ഒന്നോ മേടിച്ചു കൊടുക്കാം. അപ്പൊ മീന 1-ാം തീയതി രാവിലെ നിങ്ങളുടെ കല്യാണമാണ്. എന്റെ ചേട്ടാ ഇത് എന്താ ചേട്ടാ ഈ പറയുന്നത്? അച്ഛനോട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നീ പോടാ, നീ പോടാ എടുത്തുകൊണ്ട്
ഏരിയ കണ്ടുപോരുന്നു. ഇപ്പോഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായത്. അല്ല ചേട്ടനല്ലേ എന്തെങ്കിലും ഉടായ്പ കാണിക്കുമെന്ന് എനിക്കറിയാം. പ്രായപൂർത്തിയ പെമ്മക്കളുള്ള അച്ഛന്റെ ഒരു വിഷമം നിനക്ക് പറഞ്ഞ അതാണ്. എന്തെങ്കിലും പണിക്ക് പോണം. രണ്ടുപേരും ഇവിടെ മലക്കമ്മൽ ഇരുന്നാ പോരെ. അങ്ങനെ പറയരുത്. നമുക്ക് നമ്മുടേതായ ഒരു ടെൻഷൻ ഉണ്ടാവല്ലോ. 2 പെമ്മക്കളാ, 3 പെണ്ണുങ്ങളാ മൊത്തത്തിൽ. അറിയോ, ഇത് പിന്നെ ഭാര്യയാണെന്ന് വെക്കാം. ഇപ്പൊ ഒരാളുടെ കാര്യത്തിൽ തീരുമാനമായില്ല. അത് ഇനി ഒരാളും കൂടി ഉണ്ട്, ഒരു ഇളയ പെണ്ണും കൂടി ഉണ്ട്. അത് കുഴപ്പമില്ല. അതിപ്പോ നമ്മൾ തമ്മിൽ വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കാത്ത കാര്യം. തമ്മിൽ കൂടുതൽ വിചാരിക്കല്ലേ. അല്ല ഞാൻ പറഞ്ഞതേ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഒരാള് വന്നിട്ടുണ്ട്. നീ അങ്ങ് മാറി. ഞാൻ പഴയ സെറ്റപ്പിൽ വരാം. ഒരു സംഭവം റെഡി ആകുമ്പോഴത്തേക്ക് ചാടി വീണാ മതി. ഓക്കെ, ഇവനല്ലേ? ഇവൻ തന്നെയാണ് ഇന്നലെ വന്ന് ഒളിഞ്ഞു നോക്കിയത്. കാണിക്കണത്. എന്റെ മോളെ കട്ടിലിൽ കിടന്ന് ഉറങ്ങാൻ നേരത്ത് ജനലിന്റെ അവിടെ വന്ന് നീ ഒളിഞ്ഞു നോക്കിയേക്കണം. അനാവശ്യം പറയുന്നത്. നിങ്ങൾക്ക് ആള് മാറിയതാ, ഞാനല്ല. ഞങ്ങൾക്ക് ആളൊന്നും മാറിയിട്ടില്ല, നീ തന്നെയാണ്. നാട്ടുകാർ ആരുമില്ല ഇവിടെ, ചോദിക്കാനും പറയാൻ ആരുമില്ല. ചേട്ടൻ വന്ന അതെ വേറൊന്നുമല്ല. എന്റെ മോള് കിടന്നുറങ്ങണ സമയത്ത് ഇവൻ വന്ന് ഒളിഞ്ഞു നോക്കിയേക്കണം. വെറുതെ ചേട്ടാ, ഞാനല്ല. ഇങ്ങോട്ട് ആള് മാറിയതാ. പണ്ടേ ഒളിഞ്ഞു നോക്കി. അത് തന്നെ പേരെ ഒളിഞ്ഞു നോക്കിയത്. അത് തന്നെ ഇതിനെ കുറിച്ച് ഞാൻ പലപ്പോഴും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. താൻ എന്താ അനാവശ്യമൊക്കെയാണോ പറയണോ? ഞാൻ ഇവിടെ അടുത്തൊരു വന്നാണോ? നീയാണ് ഒളിഞ്ഞു നോക്കിയതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ചേട്ടൻ ഞാനല്ല. ഇവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്ത് തെറ്റാണ്. അവൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച പ്രശ്നം അങ്ങനെ തീർത്തേക്കണം. എന്റെ പൊന്ന്, നിങ്ങൾ എന്തൊക്കെ പറയാ? എന്റെ കല്യാണം തീരുമാനിച്ചതാണ്. എന്റെ ഇളയ മോളെ കെട്ടാൻ ഇനി ഇവിടെ ആരും വരില്ല. നീ ഒരുത്തനാണ് പേരുദോഷം ഉണ്ടാക്കിയത്. അയ്യോ മോന്റെ ഫോൺ ഉണ്ടോ? ഫോണാണ് സാധനം. കൊണ്ടുപോവാ. എടുത്തില്ല. ഫോൺ ഉണ്ടോ? ഫോണുണ്ട്. നിങ്ങൾ അച്ഛന്റെ നമ്പർ പറ. അച്ഛന്റെ നമ്പർ പറ. അച്ഛൻ നമ്പർ ഇല്ല. ചേട്ടാ നിങ്ങൾക്ക് ആള് മാറിയത് ഇയാൾ. അച്ഛൻ നമ്പറിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കും. പോലീസ് സ്റ്റേഷൻ നമ്പർ ഉണ്ട്, അങ്ങോട്ട് വിളിച്ചാൽ. 9995588. പോലീസ് സ്റ്റേഷൻ നമ്പർ അറിയാലേ? അല്ല അച്ഛന്റെ നമ്പർ തരാം. പോലീസ് സ്റ്റേഷൻ നമ്പർ പറഞ്ഞപ്പോ അച്ഛൻ 999556808. മതി. ചേട്ടാ വിളി. ഹലോ, അതെ പഞ്ചായത്ത് മുക്കിന്നാണേ. നശിപ്പിച്ചു കളഞ്ഞു. അതെ, ഇവിടെ ഒരു പെൺകുട്ടിയെ നിങ്ങളുടെ മകൻ നശിപ്പിക്കാൻ പീഡനത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. എന്ത് വേണം ചെയ്യാന്നുണ്ട് കാര്യമില്ല. ചേട്ടനൊന്നും ചെയ്യേണ്ട. ചേട്ടന്റെ മകനെ കൊണ്ട് മകളെ കല്യാണം കഴിപ്പിക്കണം. അതിൽ കുറഞ്ഞ വേറെ ഒന്നുമില്ലെന്നോ? ഒന്നുമില്ലെന്നാണ്. ഇല്ലെങ്കിൽ അച്ഛനും അമ്മയും വല്ല പുഴയിലും ചാടി ചത്തു കഴിഞ്ഞാൽ ചേട്ടന്റെ മകൻ സമാധാനം പറയേണ്ടി വരും. സെൻട്രൽ ജയിലിൽ 12 വർഷം കിടക്കേണ്ടി വരും. ഓക്കെ, 14 വർഷം ഞാൻ പറഞ്ഞേക്കാൻ. ഓക്കെ ചേട്ടാ, കല്യാണം നടത്തുന്നോറ. എന്ന് വേണമെങ്കിലും റെഡിയാണെന്ന്. ശരി. ചേട്ടാ ഞാനല്ല. ചേച്ചി ഒന്നും മനസ്സിലാക്കി എന്ന് പറഞ്ഞ് പോടാ. അച്ഛനായിട്ട് സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ കേട്ടോ. കൊച്ചു പിള്ളേരായിട്ടാ കല്യാണക്കാരൻ സംസാരിക്കണം. ഇവിടെ നിന്ന് ഇരിച്ചാ മതി കേട്ടോ. അതെ, അങ്ങനെ രണ്ടുപേരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ല. അയൽവക്കത്ത് ഞാനൊക്കെ കിടക്കണോണ്ട് കൊള്ളാം. ഇത്ര നാളും ഭയങ്കര ടെൻഷനായിരുന്നു അല്ലേ? നെഞ്ചിന്ന് ഒരു അമ്മിക്കല്ല് ഇറക്കി വെച്ച പോലെ ഉണ്ട്. അയ്യോ, രണ്ടുപേരുടെ കാര്യം നടന്നു. അതെ. ഇനി പറയാനുള്ള എനിക്ക് വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്തിനാടെ ഇടയ്ക്ക് എന്റെ പെണ്ണുമോളെന്നെ കാണുമ്പോ കണ്ണിറുക്കി കാണിക്കണം? തോന്നിയാസം കാണണ എന്ത് തോന്നിയാസം? നീ ഇടയ്ക്ക് ഇവിടെ എന്റെ വീടിന്റെ പരിസരത്ത് കിടന്ന് കറങ്ങണൊക്കെ എനിക്കറിയാം. അറിയോ? എന്റെ വീടിന്റെ പരിസരത്ത് കിടന്ന് നീ ഇടക്കിടന്ന് കറങ്ങുന്നുണ്ട്. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. മൂന്നാമത് നിക്കണ ഈ സാധനത്തിന് എന്റെ തലയെ കെട്ടിവെക്കാൻ പറ്റുന്ന ഒരു ഐഡിയ അല്ലേ? ആ വേല മനസ്സിരിക്കട്ടെ.